നമസ്കാരം. ഇന്നലത്തെ റയൽ മാഡ്രിഡ് PSG മാച്ചിൽ എന്താ പറയുക, ആധിപത്യ കളി എന്ന് പറഞ്ഞാലും പറയാം. കാരണം അങ്ങനത്തെ കളിയാണ് ഇന്നലെ PSG കളിച്ചിരുന്നത്. അത് കളിച്ച് കിട്ടാനുള്ള കാരണം ഫസ്റ്റത്തെ രണ്ട് ഭയങ്കര എറേഴ്സാണ്. കാരണം അസൻസിയോൻ്റെയും അതുപോലെ തന്നെ റുഡിഗറിൻ്റെയും ഈ രണ്ട് ഗോളിനും കാരണക്കാരായത് ഇവർ രണ്ടാൾ ഭയങ്കര മിസ്റ്റേക്ക് ആണെങ്കിലും, പക്ഷേ ഈ രണ്ടാളായിരുന്നു ബോൾ വിൻ ചെയ്തത് ഡംബലയാണ്. കാരണം ഡംബലയാണ് ആ ബോൾ ഫസ്റ്റ് അസൻസിയോറിൻ്റെ കയ്യിൽ നിന്ന് ബോൾ എടുത്ത ഡംബലയാണ്, റുഡിഗറിൻ്റെ കയ്യിൽ നിന്ന് ബോൾ എടുത്ത ഡംബലയാണ്. കാരണം ഡംബല എന്ന് പറയുന്നത് നമ്പർ 9 ഡംബലെ കളിക്കണേ, ഒരു വിങ്ങറാണ് ഡംബല. പക്ഷേ നമ്പർ 9 കളിക്കുമ്പോൾ എന്താ അഗ്രസീവായിട്ടാണ് പ്ലെയർ പോണത്. ഭയങ്കര നമ്മളാ ആ ഡിഫൻഡർ റീഡ് ചെയ്യണതിൻ്റെ മുന്നേ ഡംബല അടുത്തെത്തി. അത്ര അധികം എന്താ പറയുക, ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് അത്ര അധികം ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ആ പ്ലെയർ കളിക്കണത്. അതെന്തുകൊണ്ടും അയാൾക്ക് ബാലൻഡിയോറിന് എല്ലാവിധ ചാൻസും ഉണ്ട്. കാരണം അമ്മാരി കളി എന്ന് പറയുന്നത് അത്ര നല്ല പ്രസ്സിങ് ഗെയിം പറയാൻ എമ്മാതിരി പ്രസ് ചെയ്യണ്. ആ രണ്ട് ബോൾ വിൻ ചെയ്തിട്ടുണ്ട്. ഫാബിയൻ റൂയിസ് അടിച്ച ഫസ്റ്റ് ഗോളിലും ഡെംബലയാണ് കാരണക്കാരൻ. രണ്ടാമത്തെ റുഡിഗറിൻ്റെ മിസ്റ്റേക്ക് വന്നതും ഡെംബലയാണ് കാരണക്കാരൻ. കാരണം ഡെംബലെ ഭയങ്കര ഹാർഡ് വർക്കായിട്ട് നമ്പർ 9 ഒരു രക്ഷയില്ലാത്ത കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ മൂന്നാമത്തെ ഗോൾ പിന്നെ പറയേണ്ട കാര്യമില്ല, 1 ടച്ച് അടിച്ചാൽ മൂന്നാമത്തെ ഗോൾ അടിക്കുന്നത്. പിന്നെ എന്താ പറയുക, റയൽ മാഡ്രിഡിൻ്റെ ബോളേ കിട്ടാത്ത ഒരു സാഹചര്യം വന്നു. കാരണം റയൽ മാഡ്രിഡ് അധികം ബോൾ കയ്യിൽ കിട്ടിയിട്ടില്ല. കാരണം കൂടുതൽ നേരമാണ് പി എസ് ജി ബോൾ ഹോൾഡ് ചെയ്ത് PSG 1 ടച്ച്. എത്ര നേരമാണ് PSG ബോൾ ഹോൾഡ് ചെയ്യുന്നത്. റയൽ മാഡ്രിഡിൻ്റെ പ്ലേയേഴ്സിന് ബോളും ഇല്ല, കളിക്കാനും ഒരു എന്താ പറയുക, അവരെ മനസ്സ് മടുത്ത പോലത്തെ ഒരു അവസ്ഥയാണ്. കാരണം അങ്ങനത്തെ രണ്ട് ഗോൾ വന്നു കഴിഞ്ഞാൽ പ്ലേയേഴ്സ് ആരായാലും മനസ്സ് മടുക്കും. അങ്ങനത്തെ ഗോളാണ് രണ്ടാം കിട്ടിയത്. പിന്നെ ഒരു കംബാക്ക്, മൂന്നാമത്തെ ഗോൾ അടിച്ച് സെക്കൻഡ് ഹാഫിൽ കംബാക്ക് വരെ. സെക്കൻഡ് ഹാഫ് നമ്മൾ ആർക്കോ വേണ്ടി കണ്ട പോലത്തെ ഒരു കളിയായി. കാരണം ഒരു രണ്ട് ടീമിനും വേണ്ട. ലൂയിസ് എൻറിക്കൊക്കെ ഡംബലിനെയും കൊറസ്കേലിനെയൊക്കെ 60 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ചേഞ്ച് ചെയ്തു. അതേപോലെ പ്ലേയേഴ്സിനെ മുഴുവൻ ചേഞ്ച് ചെയ്ത് പിന്നെ ഒരു പ്രാക്ടീസ് മാച്ച് പോലത്തെ ഒരു കളിയാണ് പിന്നെ സെക്കൻഡ് ഹാഫ് നമ്മൾ മുഴുവൻ കണ്ടത്. കാരണം വെറുതെ ആർക്കോ വേണ്ടി കളിക്കണം പോലെ. പക്ഷേ PSG ആസ് എ ടീം, PSG ലൂയിസ് എൻറിക്കയുടെ കീഴിൽ എന്ത് കളിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കളിയല്ല അവർ കളിക്കുന്നത്. കാരണം അവർ നമ്മളെ കയ്യിൽ ബോൾ കിട്ടുമ്പോഴത്തേനും വല്ല നായകൾ കടിക്കാൻ വരുന്ന പോലെയാണ് അവർ ബോൾ പ്രസ് ചെയ്ത് വരുന്നത്. ക്യുക്കായിട്ട് വരുന്നു, ബോൾ എടുക്കണു. പിന്നെ പറയണ്ട, ജാവോ നെവസ്, വിറ്റീനിയ, ഇവരുടെ കാര്യമൊന്നും പറയാതിരി. കാരണം വിറ്റീനൊന്നും ഒരു രക്ഷയില്ല, ബോൾ എടുത്തിട്ട് അങ്ങനെ സെൻറ്ററിൽ കൂടെ നടന്ന് കളിക്കാനേ. അതിൻ്റെ പിന്നെ ഇൻ്റർ മിയാമിയുടെ കഥ ചിലവർ പറയുന്നുണ്ട്. പക്ഷേ ഇൻ്റർ മിയാമിനൊക്കെ അവർ റെസ്പെക്ട് ചെയ്തിട്ട് മാത്രം കൊണ്ടാണ് ആ 4 ഗോളിൽ അത് അവസാനിപ്പിച്ചില്ല. ആ 4 ഗോളിൽ കളി അവസാനിക്കൂല. കാരണം വീണ്ടും ആ കളി ഗോളടിച്ചിരുന്നു. അത് മെസ്സി എന്നുള്ള ഒറ്റ ആളെ റെസ്പെക്ട് ചെയ്തിട്ട്, അതുപോലെ ഒരുപാട് സീനിയർ പ്ലേയേഴ്സിന് അത് റെസ്പെക്ട് ചെയ്തിട്ട് അവർ ആ 4 ഗോൾ എന്നുള്ള രീതിയിൽ നിർത്തിയത്. പക്ഷേ ആസ് എ ടീം എന്താ പറയുക, ഒരു രക്ഷയില്ല. ഡംബലെ പ്രത്യേകിച്ച് ബാലൻഡിയോർ ഡംബലെയൊക്കെ ഉറപ്പിച്ചൊരു സാഹചര്യമാണ് ഇന്നലത്തെ കളിയുണ്ട്. കാരണം ഫസ്റ്റത്തെ ഗോൾ രണ്ടാമത്തെ ഗോളൊന്നും എമ്മാരി പ്രസ് ചെയ്തിട്ട് ആ ബോൾ എടുക്കുന്നത്. പിന്നെ അത്ര പ്രസ്സിങ് എന്ന് പറഞ്ഞാൽ ഡിഫൻഡർ പ്രതീക്ഷിക്കാത്ത പ്രസ്സിങ്. എന്താ പിന്നെ കോർത്തുവാടെ കാര്യം പറയാതിരിക്കാനത്. കാരണം കോർത്ത ഫസ്റ്റ് 1-2 നല്ല ബിഗ് ചാൻസ് ഗോളെന്ന് ഉറപ്പിച്ച ബോളുകൾ തട്ടിയതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കളി ഒന്ന് ടൈറ്റ് ആവുമെന്ന്. പക്ഷേ റയൽ മാഡ്രിഡ് സാബി അലോൺസോൻ്റെ കീഴിൽ നല്ല പ്ലേയേഴ്സുണ്ട്, ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അവരങ്ങോട്ട് ഇനി സമയം എടുക്കേണ്ടി വരും. കാരണം സാബി അലോൺസോക്ക് ഈ ഒരു മാസമായിട്ടുള്ളൂ. ഇനി ഒരുപാട് സമയം എടുത്തിട്ട് ആളെ ടീം ബിൽഡ് ചെയ്തിട്ട് വരും എന്നാണ് എനിക്ക് 100% ഉറപ്പുണ്ട്. കാരണം ഒരു കോച്ചിനും ഇന്ന് വന്ന് നാളെ ഒരു ടീമിനെ സുഖമായിട്ട് കപ്പടിപ്പിക്കാനൊന്നും പറ്റില്ല. കാരണം സമയം എടുക്കും. അത് തന്നെ ലൂയിസ് എൻറിക്ക് 2-3 കൊല്ലമായി PSG-യിൽ. അതിൻ്റെയൊക്കെ വ്യത്യാസങ്ങളുണ്ട്. അത് ഫസ്റ്റ് കൊല്ലം വന്നപ്പോൾ അയാളെ അവസ്ഥ PSG-യിൽ അതിന്. പക്ഷേ ടീം ബിൽഡായി വരും. കാരണം അതിനുള്ള സ്കോഡുണ്ട്, അതിൽ ഡെപ്ത് ഉണ്ട് ആ ടീമിൽ. എന്തായാലും ഇന്നലത്തെ കളി PSG ആധിപത്യത്തോടെ PSG എടുത്തു എന്നല്ലാതെ വേറെ ഒന്നും പറയല്ല. കാരണം ഈ ഒരു കഴിഞ്ഞ കൊല്ലത്തെ ആ കൺസിസ്റ്റൻസി നിലനിർത്തി അവർ 4 ഗോളിന് റയൽ മാഡ്രിഡിനെ തോൽപ്പിച്ചു. എന്തായാലും ആസ് എ ടീം PSG എന്തും ചെയ്യാൻ കെൽപ്പുള്ളൊരു ടീമാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ താങ്ക് യു വെരി മച്ച്. ഇനി നമ്മൾ ചെൽസിയും PSG കളിയിൽ ആരെ ജയിക്കാൻ നോക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.